വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ശ്രീജയാണ്. എൻ്റെ ഫസ്റ്റ് ഒരു വ്ളോഗാണിത്. ഞാനിപ്പോൾ ഒമാനിലാണ്. ഞാനും മോളും ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒമാനിലാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവധിയുള്ള ദിവസം എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ വാദി അൽ ഹിബി എന്ന് പറഞ്ഞൊരു സ്ഥലം, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേട്ടനും മോളും പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളങ്ങനെ വാദി അൽ ഹിബിയിലോട്ട് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കൂടുതലും വീഡിയോസിൽ. വാദി അൽ ഹിബിയിലോട്ടാണ് യാത്ര പുറപ്പെട്ടതെങ്കിലും ഞങ്ങൾ പകുതി വെച്ച് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം വഴി പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഒമാനെന്ന് പറയുന്നത് വളരെ നല്ലൊരു കൺട്രിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ പറയുക, ഫസ്റ്റ് ഈ വ്ളോഗ് ആയതുകൊണ്ട് സംസാരിക്കണമെന്ന് കുറച്ചൊരു ലാഗിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ. ഇപ്പോൾ മരങ്ങളൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽപ്പുണ്ട്. സാധാരണ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ഇങ്ങനെ പച്ചപ്പ് കാണില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ യാത്രയിൽ കുറച്ച് ദിവസം മുന്നേ തന്നെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പച്ചപ്പ് കാണാൻ പറ്റും. പിന്നെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കാറിൽ വാദിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് ഞാനല്ല, ഗോപുവാണ്. കാരണം എന്ന് വെച്ചാൽ മോളെയും കൊണ്ട് ഞാൻ ബാക്കിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ബാക്ക് വ്യൂവിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാറിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു 360 ഡിഗ്രിയിൽ നമുക്ക് കറക്കി എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പിടിച്ചതാണ്. ഒരു രക്ഷയില്ല, പിടിക്കാൻ പറ്റത്തില്ല. ഭയങ്കര കാറ്റാണ്. ക്യാമറയൊക്കെ എൻ്റെ ഫോണൊക്കെ തിരിഞ്ഞും ഇങ്ങനെ പോയി. അവസാനം ഞാൻ വിചാരിച്ചു മിക്കവാറും കാറ്റത്ത് ഫോൺ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ കുറേ സ്ഥലം കണ്ടു. അവിടെ ഫുൾ നിരപ്പായ സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൊണ്ട് പോകുമ്പം ഈ ഏരിയ കുറച്ച് കുന്നുകളാണ്. വാദി അൽ ഹിബിയിലോട്ട് പോകുന്ന ഏരിയ മുഴുക്ക കുന്നുകളാണ്. ഞങ്ങൾ താമസിക്കുന്നത് സോഹാർ റീജിയനിലാണ് കേട്ടോ. അപ്പോൾ സോഹാർ റീജിയനിൽ എന്ന് പറയുന്നത് കടൽ തീരത്തിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ അവിടെ നമുക്ക് കുന്നില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഞങ്ങൾ പോകുന്ന ആ ഭാഗത്തോട്ടാണ് കുന്നുകളുള്ള ഏരിയകൾ. അപ്പോൾ എനിക്കെപ്പോഴും ഒമാനിൽ വരുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും വിജനമായ സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി ഉണ്ടായിട്ട് അധികം നാളായിട്ടില്ല എന്നൊരു തോന്നലാണ് എനിക്ക് വരുന്നത്. കാരണം എപ്പം നമ്മൾ ആ ഒരു മൈൻഡിൽ നോക്കുമ്പോഴത്തേക്ക് അന്ന് ഉണ്ടായ അതേ രീതിയിൽ തന്നെ ഇപ്പോഴും കുറേ സ്ഥലങ്ങൾ കിടക്കുന്നു. ഇപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെയൊന്ന്. പക്ഷെ നമ്മളെ നാട് കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ല കേട്ടോ. കാരണം കുറച്ച് കൺജസ്റ്റഡ് അല്ലേ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് വിശാലമായ സ്ഥലങ്ങളുണ്ട്, എന്ത് വേണമെങ്കിലും പണിയാനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മളെ പോണ കാഴ്ചകളാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മോള് ജാനകുട്ടി, ഇതെൻ്റെ ചേട്ടൻ. അങ്ങനെ ഞാനിങ്ങനെ 360 ഡിഗ്രിയിൽ വണ്ടി നിർത്തിപ്പോൾ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ് 360 ഡിഗ്രിയിലൊന്ന് പിടിച്ച് ഒന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഈ ഫോൺ വാങ്ങിക്കുന്നത് എന്നെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഡിലേ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നടന്നില്ല. വ്ളോഗ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്യാമറ ഫോണാണ് കേട്ടോ. ഇതിന് ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി S21 FE ആണ്, എക്സിനോസ് ആണ്.
പക്ഷെ നല്ല എൻ്റെ പഴയ ഫോണിനൊന്നും അത്ര ക്യാമറ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് കേട്ടോ. അതാണ് ഗോബു, കണ്ടതാണ് ഗോബു. അപ്പോൾ ഇതാണ് ഒമാനിലെ മറ്റൊരു വ്യൂ ആണ്, പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ്. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ പോയത് തന്നെ ഒരു ഏകദേശം 4 മണി കഴിഞ്ഞാണ് ഇറങ്ങി താമസിച്ചു. അപ്പോൾ ഇപ്പോൾ തന്നെ വൈകുന്നേരമായി. എന്നാലും നമ്മൾ അങ്ങോട്ട് വിചാരിച്ചു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജാനുകുട്ടിയെ വണ്ടിയുടെ മുകളിൽ കിടത്തിയപ്പോൾ എൻ്റെ ലിപ് ബാമാണ് അത് എവിടെ നിന്നോ എടുത്തുകൊണ്ട് വന്നിട്ട്, എവിടെ നിന്നോ അല്ല ബാഗിൽ തന്നെ എടുത്തത്. അതിങ്ങനെ തുറക്കുക അടയ്ക്കുക അതാണ് അവളുടെ പരിപാടി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു, സ്ഥലങ്ങളൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും അങ്ങോട്ടത്തേക്ക് ഹിബിയിലോട്ട് വണ്ടി വിട്ടു. ഞങ്ങൾ ശരിക്കും വാദി അൽ ഹിബിയിലോട്ട് പോകാനായിട്ടാണ് ഇറങ്ങിയത്. 2 കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ പകുതിയിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒന്നെന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഉള്ള പെട്രോളിലാണ് ഞങ്ങൾ ഓടിയത്. അപ്പോൾ കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ട്, പക്ഷേ എന്നാലും അവിടെ എത്തും. പക്ഷേ ഈ പോണ വഴികളിലൊന്നും പെട്രോൾ പമ്പ് ഇല്ല കേട്ടോ അങ്ങനെ. കാരണം ചെറിയ ഹിൽസ് ഏരിയയും കുറച്ച് വില്ലേജ് ഏരിയയൊക്കെ ആയപ്പോഴത്തേക്ക്
അവിടെ പെട്രോൾ പമ്പ് കുറവാണ്, സ്റ്റേഷൻ കുറവാണ്. എന്നാൽ സിറ്റിയിലൊക്കെ ആണെങ്കിൽ മുക്കിന് പെട്രോൾ സ്റ്റേഷനുണ്ട്. അപ്പോൾ ഏട്ടൻ മറന്നുപോയി, ഞാനും ഓർത്തില്ല, ഞങ്ങളാരും ഓർത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് ഒരു കാര്യം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വാദിയൽ ഹിബിലോട്ട് പോണ വഴി തന്നെ നല്ലൊരു വാതി ഞങ്ങൾ കണ്ടായിരുന്നു. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം. അതാണ് ഈ വീഡിയോയിൽ ഉള്ള ശരിക്കുള്ള സ്ഥലം. അപ്പോൾ വാദിയൽ ഹിബി ഞങ്ങൾ പോയില്ല. പിന്നെ മാത്രമല്ല നേരം സന്ധ്യയായി, ഇരുട്ടുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ പെട്രോളും ഇല്ല, പിന്നെ ഇരുട്ടുന്നതും കൊണ്ട് പിന്നെ ഞങ്ങൾ വഴിയിൽ വെച്ച് നിർത്തി.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാദിയിൽ നിന്ന് തിരിച്ചു. മോളെ ഒരുപാട് കളിച്ചു, വെള്ളത്തിലിറങ്ങിയൊക്കെ കളിച്ചു. ആദ്യമായിട്ടാണ് മോളിങ്ങനെ വെള്ളത്തിലിറക്കുന്നത്. അങ്ങനെ അവളും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഈ കാണുന്നതും വാദി തന്നെയാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വാദി അൽ ഹിബി യാത്രാ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.